ആതുര സേവനരംഗം ജനകീയമാക്കിയ വ്യക്തിത്വമാണ് മോൺസിഞ്ഞോർ ജോസഫ് പഞ്ഞിക്കാരൻ. കോതമംഗലത്ത് ആദ്യമായി സ്വകാര്യ ആശുപത്രി സൗജന്യമായി ആരംഭിച്ചത് അദ്ദേഹമാണ്. കഴിഞ്ഞ 18-ന് ലിയോ 14 മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യൻ പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. ഈ അവസരത്തിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് കോതമംഗലത്തെ ജോസഫ് പഞ്ഞിക്കാരൻ മ്യൂസിയം. 100 വർഷത്തോളം പഴക്കമുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ഉപകരണങ്ങളും വസ്ത്രങ്ങളുമാണ് ഇവിടെ കാഴ്ചയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്വന്തമായി ലഭിച്ച പിതൃസ്വത്ത് വിറ്റ പണം കൊണ്ട് അഗതികൾക്കും രോഗികൾക്കുമായി ഒരു ആശുപത്രി നിർമ്മിക്കുക, ശേഷം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ രോഗി ശുശ്രൂഷകനായി ജീവിച്ചു മരിക്കുക എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണാവുന്ന ചില ജന്മനിയോഗങ്ങളാണ്. ഇത്തരത്തിൽ ഒരാൾ കോതമംഗലത്ത് 1934 കാലഘട്ടത്തിൽ എത്തിയിരുന്നു. അദ്ദേഹമാണ് ജോസഫ് പഞ്ഞിക്കാരൻ എന്ന വൈദികൻ. ഇന്ത്യ മുഴുവനും പ്രവർത്തനനിരതരായിട്ടുള്ള മെഡിക്കൽ സിസ്റ്റേഴ്സ് എന്ന സന്യാസിനി സമൂഹത്തിന്റെയും കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയുടെയും സ്ഥാപകൻ. കോതമംഗലത്ത് ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മ്യൂസിയം തന്നെ ഒരുക്കി സൂക്ഷിച്ചിരിക്കുകയാണ് സന്യാസിനി സമൂഹം. പിതൃസ്വത്ത് വിറ്റ് ആ പണം കൊണ്ടുവാങ്ങിയ കോതമംഗലത്തെ ആദ്യത്തെ കെട്ടിടം പിന്നീട് ആദ്യത്തെ ആശുപത്രിയായി. അതിനും പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ഇത് ഒരു സന്യാസിനി മഠമാണ്. ഇവിടെ 2ാം നിലയിലാണ് ജോസഫ് പഞ്ഞിക്കാരൻ മ്യൂസിയം. ഇദ്ദേഹം സ്വന്തമായി ഉപയോഗിച്ചിരുന്ന മുറി തന്നെയാണ് മ്യൂസിയമായി നിലനിർത്തിയിരിക്കുന്നത്. റോമിൽ പഠനത്തിനായി പോയ അദ്ദേഹം 1925-27 കാലഘട്ടങ്ങളിൽ 3 ഡോക്ടറേറ്റുകൾ സ്വന്തമാക്കി. അതിന്റെ തെളിവായുള്ള രേഖകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഒരു പുരോഹിതനായി രൂപപ്പെടുത്തുവാൻ പൂർണ്ണ പിന്തുണയും പരിശീലനവും നൽകിയ പിതാവ് ചാക്കോ പഞ്ഞിക്കാരന്റെ ചിത്രവും ഒപ്പം അദ്ദേഹം തന്റെ മകന് എഴുതിയിരിക്കുന്ന കത്തുകളുടെ ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. കസേര കൂടാതെ എഴുതിയ പുസ്തകങ്ങൾ, കത്തുകൾ, ഡയറികൾ എന്നിവയും ഇവിടെ ഭദ്രമായി തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഏറെ കൗതുകമുണർത്തുന്ന ചില വസ്തുക്കളും ഇവിടെയുണ്ട്. അതിലൊന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന തടിക്കട്ടിൽ. ഏതുതരം തടികൊണ്ട് നിർമ്മിച്ചതാണെന്നത് വ്യക്തമല്ല, എന്നാലും കേടുപാടൊന്നുമില്ലാതെ ഇതും നിലനിൽക്കുന്നു. ആരോ നിർത്തിവച്ച പെൻഡുലം ക്ലോക്കാണ് മറ്റൊരു വസ്തു. വിദേശത്തു നിന്നും എത്തിച്ച ടൈപ്പ് റൈറ്റർ, അതുപോലെ തന്നെ ദിവ്യബലിക്കായി ഉപയോഗിക്കുന്ന മണി, പിച്ചള കൊണ്ടുള്ള പാത്രങ്ങൾ എന്നിവയുമുണ്ട്. പതിവായി ഉപയോഗിച്ചിരുന്ന ഊന്നുവടി, തൊപ്പി തുടങ്ങി മോൺസിഞ്ഞോർ പദവി ലഭിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ എന്നിവയും ഇവിടെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ ഉപയോഗിച്ചിരുന്ന പ്രാർത്ഥനാമുറി ഇന്ന് സന്യാസിനി സമൂഹത്തിന്റെ പ്രാർത്ഥനാമുറിയാണ്. ഇവിടെയുള്ള പിയത്ത വിദേശ നിർമ്മിതവും 1 നൂറ്റാണ്ടിനടുത്ത് പഴക്കമുള്ളതുമാണ്. ചേർത്തലയിൽ ജനിച്ച ജോസഫ് പഞ്ഞിക്കാരൻ കോതമംഗലത്ത് എത്താനുണ്ടായ കാരണത്തെക്കുറിച്ച് സിസ്റ്റർ നിഖില MSJ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അന്ന് ചേർത്തലക്കാരനായിരുന്നു അച്ഛനെങ്കിലും ചേർത്തല പരിസരത്ത് മുഴുവനും ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. പക്ഷേ കോതമംഗലം മൂവാറ്റുപുഴ ഏരിയയിലെല്ലാം കൂടി ആകെ ഒരു ജില്ലാ ഹോസ്പിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജില്ലാ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട മനുഷ്യർക്കോ ദളിതർക്കോ ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് ഈ കോതമംഗലം ഏരിയയിൽ ഗർഭിണികളായ അമ്മമാർ, അമ്മയും കുഞ്ഞും ഒന്നിച്ച് അമ്മ തനിയെ കുഞ്ഞു തനിയെ അങ്ങനത്തെ മരണം വളരെ സാധാരണമായിരുന്നു. ഇത് കണ്ട് വേദനിച്ച് അച്ഛന് ഈ പാവപ്പെട്ടവരും ദളിതരും സമ്പന്നരും ഒരുപോലെ പ്രവേശിക്കാൻ പറ്റിയ ഒരു ഹോസ്പിറ്റൽ അച്ഛൻ്റെ സ്വപ്നമായിരുന്നു. അതാണ് അച്ഛൻ ഇവിടെ സ്ഥലം മേടിച്ച് ഇവിടെ ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ അച്ഛനെ പ്രേരിതനാക്കി തീർത്തത്. ഇവിടെ ഒരു ഭാഗത്ത് I am 61 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. തന്റെ സ്വന്തം ഡയറി കുറിപ്പുകളിൽ തന്നെക്കുറിച്ച് ആദ്യമായി എഴുതിയ വാചകമാണിത്. എഴുതിയ വരികൾ അന്വർത്ഥമാകും പോലെ 61ാം വയസ്സിൽ അദ്ദേഹം ലോകം വിട്ടുപോയി. ഒരു പുരോഹിതൻ നിത്യവും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്ന നിലയിൽ മാത്രമല്ല, 1 നൂറ്റാണ്ടിനോളം മുൻപുള്ള മനുഷ്യരുടെ ജീവിതം എപ്രകാരമായിരുന്നു എന്നതിന്റെ ചൂണ്ടുപലക കൂടിയാണ് ഈ മ്യൂസിയം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.